നമസ്തേ. പാലക്കാടാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ കൂറ്റനാടിലാണ് നിൽക്കുന്നത്. കുറേ വീഡിയോകളിലൊക്കെ പ്രസിദ്ധമായ കൂറ്റനാട്ടുകാവ് എന്ന് പറഞ്ഞൊരു കാവിൻ്റെ മുന്നിലാണ് നിൽക്കണേ. എൻ്റെ പുറകെ കാണുന്നതാണ് കൂറ്റനാട്ടുകാവ്. ഒരു പ്രൈവറ്റ് ക്ഷേത്രമാണ്, ഒരു ചെറിയ ഭഗവതി ക്ഷേത്രമാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഭഗവതിയാണ് എന്നാണ് പറഞ്ഞത്. ഭഗവതി ക്ഷേത്രം, കൂറ്റനാട്ടുകാവ് ഭഗവതി ക്ഷേത്രം എന്ന പേര്. പിന്നെ തൊട്ടിപ്പുറ ഒരു നന്ദി ശില്പമുണ്ട്. അപ്പോൾ മഹാദേവൻ്റെ പ്രതിഷ്ഠ ഉണ്ടെന്നാണ് തോന്നുന്നത്. ആണ് പ്രൈവറ്റ് ക്ഷേത്രം ആയതുകൊണ്ട് അകത്തേക്കൊന്നും കയറിയില്ല, ജസ്റ്റ് ഇവിടെ വരെ നിന്നിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ. ക്ഷേത്രത്തിന് ചുറ്റും പാടം കേട്ടോ. ഈ ചെറിയ രണ്ട് കണ്ടങ്ങൾ കയറി ചെല്ലുമ്പോൾ ഒരു കൽവിളക്കും അതും കടന്നു ചെല്ലുമ്പോഴാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ക്ഷേത്രത്തിന് മുൻപിൽ കാണുന്ന രണ്ട് വലിയ പാലമരങ്ങൾ ക്ഷേത്രത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ് നൽകുന്നത്. ഈ പച്ചപ്പിൽ മാത്രമല്ല, പച്ചപ്പെല്ലാം മാറി വരണ്ട് കിടക്കുമ്പോഴും ഈ ക്ഷേത്രം കാണാൻ നല്ല ഭംഗി തന്നെയാണ്. കുറച്ചധികം ഷോർട്ട് വീഡിയോകളിൽ ഈ ഒരു ക്ഷേത്രം കണ്ടിട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ച് വന്നതാണ് ഈ ക്ഷേത്രം കാണാനായിട്ട്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൂറ്റനാടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂറ്റനാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കഴിഞ്ഞ ഉത്സവത്തിൻ്റെ കാഴ്ചകൾ നമ്മുടെ സുഹൃത്തായ അജിത് പ്ലക്കാട്ട് പകർത്തിയ കാഴ്ചകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ കൂറ്റനാടിൻ്റെ അടുത്താണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. കൂറ്റനാട്ടുകാവ്. ഫ്രണ്ടിൽ ഇങ്ങനെ പാടം ഉണ്ടോ, ഗംഭീര അടിപൊളി പാടമാണ്. പാടത്തിൻ്റെ കരയിലുള്ള ചെറിയൊരു ഭഗവതി ക്ഷേത്രം. ഈ നേരത്തെ ഇപ്പോൾ ഏകദേശം 5:30 കഴിഞ്ഞു. 5:30 ജസ്റ്റ് തുറന്ന് തിരിവെച്ച് തിരുമേനി പോയി, അത്രേ ഉള്ളൂ. ഇത് പ്രൈവറ്റ് അമ്പലമാണ്, മനയുടെ കീഴിലുള്ള അമ്പലമാണ്. കുറേ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ള കൂറ്റനാട്ടുകാവാണ്. അമ്മയുടെ പേരെന്താണ്? ഫാത്തിമ. ഇവിടെ തന്നെ വീട്. ഇത് പ്രൈവറ്റ് അമ്പലമാണെന്നുള്ള മനയുടെയാണോ? കൂറ്റനാട്ടുകാവ് അല്ലേ. കുറേ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോസും വീഡിയോസും എടുത്ത് ഭയങ്കര ഫേമസ് ആണ് ഈ കാവ്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അതെ അതെ അതെ, ചുറ്റും പാടാട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു അമ്മേട്ടാ, ഫാത്തിമ എന്ന അമ്മയുടെ പേര്. അപ്പോൾ ഈ ഒരു കൂറ്റനാട്ടുകാവ് എന്ന് പറയുന്ന ഒരു ഭഗവതി ക്ഷേത്രത്തിൻ്റെ വേറെ ഒന്നും ഇല്ലാട്ടോ, ഒരു പ്രൈവറ്റ് അമ്പലമാണ്. അപ്പോൾ അകത്ത് കയറാനൊന്നും പറ്റില്ല. ഇവിടെ ജസ്റ്റ് ഒന്ന് അമ്പലം കാണിച്ചു എന്നുള്ളൂ. ഈ ഒരു അമ്പലത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി. കാഴ്ചകൾ നോക്കിയേ, ഈ കൂറ്റനാട്ടുകാവിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച കേട്ടത് ഉണ്ട്. ആഹാ.